ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. എഡ്ജ് മെന്ററിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ഹിരോഷാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ SBI PO ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം തകൃതിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു സെഷൻ നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് 2023-22 വർഷങ്ങളിൽ PO എക്സാമിനും അതേപോലെ തന്നെ ക്ലർക്ക് എക്സാമിനും ചോദിച്ച ചോദ്യങ്ങളുടെ വിശകലനമാണ്. ഇന്നും 2023 കുറെ അധികം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. A and B can do a piece of work in 18 days and 24 days respectively. Both started the work together, but A left after 6 days and C joined B. They together finished the remaining work in 6 days. In how many days C alone can finish the work? അപ്പോൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, രണ്ട് വ്യക്തികൾ എയും ബിയും അവർക്ക് ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ 18ഉം 24ഉമാണ്. അപ്പൊ അവർ എയും ബിയും കൂടെ ഒരുമിച്ച് ജോലി തുടങ്ങുകയാണ്. പക്ഷെ 6 ദിവസങ്ങൾക്ക് ശേഷം എ ജോലി നിർത്തിപ്പോയി. പിന്നെ സി ആണ് ബിയോടൊപ്പം ജോലി ചെയ്തിരുന്നത്. അവര് ആ റിമൈനിങ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത് 6 ദിവസം കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുക അല്ലെ. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്ക് ജോലി തീർക്കാൻ വേണ്ടത്, ശ്രദ്ധിക്കുക, എക്ക് ജോലി തീർക്കാൻ വേണ്ടത് 18 ദിവസങ്ങളാണ് അല്ലെ. ബിക്ക് ആണെങ്കിലോ, ബിക്ക് ജോലി തീർക്കാൻ വേണ്ടി വേണ്ടത് 24 ദിവസങ്ങളാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ദിവസങ്ങളുടെ ജോലി തീർക്കാൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട ദിവസങ്ങളുടെ LCM കണ്ട് അത് ടോട്ടൽ വർക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ 18ന്റെ 24ന്റെ LCM, 24ന്റെ ഏത് മൾട്ടിപ്പിളിനെയാണ് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നോക്കുക. അതാണ് LCM. 24ന്റെ മൾട്ടിപ്പിൾ ഇറങ്ങുമ്പോൾ 24നെ 18 കൊണ്ട് പറ്റില്ല. പിന്നെ അടുത്ത് വരുന്നത് 48ആണ്, 18 കൊണ്ട് പറ്റില്ല. പിന്നെ അടുത്ത് വരുന്നത് 72ആണ്. 72നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 72ആണ് LCM ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ വർക്ക് 72ആണ്. അപ്പോൾ എ ഈ വർക്ക് ചെയ്യുന്ന 18 ദിവസം കൊണ്ടാണ്. അപ്പൊ എയുടെ എഫിഷ്യൻസി 72/18 ആണ്, അല്ലെങ്കിൽ 4 യൂണിറ്റ് ആണ്. ഒരു ദിവസം ചെയ്യുന്ന 4 യൂണിറ്റ് ആണ്. ഇങ്ങനെ ചിന്തിക്കാം, 18നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72ലേക്ക് എത്തും, അതാണ് എയുടെ എഫിഷ്യൻസി. അതാണ് കാരണം ബിയുടെ എഫിഷ്യൻസി 24നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 72ലേക്ക് എത്തുക. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ടൈം ആൻഡ് വർക്കിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്തിട്ട് ഓരോരുത്തരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കും. ഇനി വർക്ക് ഇവരെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ടോട്ടൽ വർക്ക് ആദ്യത്തെ കുറെ സമയങ്ങൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ 6 ദിവസങ്ങൾ അല്ലെ, ആദ്യത്തെ 6 ദിവസങ്ങൾ വർക്ക് ചെയ്തത് എയും ബിയും ആണ്. എയും ബിയും ആണ് വർക്ക് ചെയ്തത്. പിന്നീടുള്ള 6 ദിവസങ്ങൾ അല്ലെ, പിന്നീടുള്ള 6 ദിവസങ്ങൾ വർക്ക് ചെയ്തത് ബിയും സിയും ആണ്. ഇങ്ങനെയാണ് ഈ വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 6 ദിവസം കൊണ്ട് എയും ബിയും എത്ര യൂണിറ്റ് ഫിനിഷ് ആക്കി ഉണ്ടാവും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഫിനിഷ്ഡ് വർക്ക് കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്കാണ് കാണണമെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് ചെയ്യേണ്ടത്. അപ്പൊ എയും ബിയും കൂടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 7 ആണ്. അവർ 6 ദിവസം വർക്ക് ചെയ്തു. 7 × 6 42 യൂണിറ്റ് ഫിനിഷ് ആക്കി അല്ലെ. ഫിനിഷ്ഡ് യൂണിറ്റ് 42 യൂണിറ്റ് ആണ്. അപ്പൊ റിമൈനിങ് വർക്ക് എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. റിമൈനിങ് വർക്ക് എത്രയാണ്? ടോട്ടൽ 72 ആണ്. അതിൽ 42 ഫിനിഷ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര യൂണിറ്റ് ആണ്? 30 യൂണിറ്റ് ആണ്. ഈ 30 യൂണിറ്റ് ബിയും സിയും കൂടെ ഫിനിഷ് ചെയ്യുന്നത് 6 ദിവസം കൊണ്ടാണ്. അപ്പോൾ ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി അവിടെ കിട്ടും. ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി ആണ് കിട്ടണമെങ്കിൽ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വർക്ക് 30 യൂണിറ്റ് ആണ്. ഇവിടെ ബിയുടെയും സിയുടെയും കൂടെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 ഡേയ്സ് ആണ്. അപ്പൊ 30/6 5 ആണ്. ഇനി ശ്രദ്ധിക്കുക, ബിയുടെ സിയുടെ കൂടെ ടോട്ടൽ എഫിഷ്യൻസി 5 ആണ്. അതിൽ ബിയുടെ എഫിഷ്യൻസി 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സിയുടെ എഫിഷ്യൻസി തീർച്ചയായിട്ടും 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ടൈമിലേക്ക് വരാം. ടൈം എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. നമുക്കറിയാം ടോട്ടൽ വർക്ക് തീർക്കാനാണ് വേണ്ട സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വർക്ക് 72 ആണ്. ഇവിടെ സിയുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പൊ 72/2 ആൾക്ക് എത്ര ദിവസം വേണ്ടി വരും? 36 ദിവസങ്ങൾ വേണ്ടി വരും. 36 ഡേയ്സ് വേണ്ടി വരും. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. എന്നാലും എങ്ങനെയാണ് ചെയ്തെടുത്തത് നോക്കുക. രണ്ടുപേരുടെ എഫിഷ്യൻസീസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്ത് അത് 4ഉം 3 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജോലി എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യത്തെ 6 ദിവസങ്ങൾ എയും ബിയും ഒരുമിച്ചായിരുന്നു. പിന്നീടുള്ള 6 ദിവസങ്ങൾ ബിയും സിയും ഒരുമിച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 6 ദിവസം കൊണ്ട് എയും ബിയും കൂടെ ചേർന്ന് 42 യൂണിറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ളത് 72 - 42 30 യൂണിറ്റ് ആണ്. ഈ 30 യൂണിറ്റ് ബിയും സിയും കൂടെ ഫിനിഷ് ചെയ്യുന്ന 6 ദിവസം കൊണ്ടാണ്. സോ അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 30/6 5 ആണ്. അതിൽ ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം 3 ആണ്. അപ്പൊ സിയുടെ എഫിഷ്യൻസി തീർച്ചയായിട്ടും 2 ആയേ പറ്റൂ. കാര്യം ബി പ്ലസ് സി 5 വരണം. അങ്ങനെ സിയുടെ എഫിഷ്യൻസി കിട്ടി. പിന്നെ ആ എഫിഷ്യൻസിയെ ടൈം ആക്കി മാറ്റണം. ടോട്ടൽ വർക്ക് തീർക്കാൻ സിക്ക് എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. അപ്പൊ ടോട്ടൽ വർക്കിനെ സിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ നമുക്ക് എത്ര കിട്ടി? 36 കിട്ടി. ആ ഒരു രീതിയിലാണ് അത് ചെയ്തു വരിക. സമയം കളയാതെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അടുത്തത് നമ്മുടെ ബോട്ടാൻ സ്ട്രീമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, അല്ലെങ്കിൽ ടൈം സ്പീഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? എ ബോട്ട് ഗോസ് ഫ്രം പോയിന്റ് എ ടു ബി അപ്സ്ട്രീം ആൻഡ് റിട്ടേൺസ് ടു എ ത്രൂ ദ സെയിം പാത്ത്. അങ്ങോട്ടേക്ക് അപ്സ്ട്രീം ആണെങ്കിൽ തിരിച്ച് ഡൗൺ സ്ട്രീം ആയിരിക്കും. ഇഫ് ദ ടൈം ഓഫ് ദ ജേർണി ഫ്രം എ ടു ബി ഈസ് ട്വൈസ് ആസ് ദാറ്റ് ഓഫ് ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം ബി ടു എ. ഓക്കെ, then the ratio of the speed of the boat in still water to the speed of the current. അതാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഒരു നദിയിൽ രണ്ട് പോയിന്റുകളുണ്ട് അല്ലേ, രണ്ട് പോയിന്റുകളുണ്ട് എ ബി. അതിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആള് പോകുന്നത് അപ്സ്ട്രീം ആണ്. അപ്പൊ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന എങ്ങനെയായിരിക്കും? ഡൗൺ സ്ട്രീം ആയിട്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് തവണയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈ എയ്ക്കും ബിക്കും ഇടയിലാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. രണ്ട് തവണയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോയിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി സ്പീഡിന്റെ റേഷ്യോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് നോക്കാം ടൈമിന്റെ റേഷ്യോ T1:T2 എത്ര വരും. ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്സ്ട്രീമിന് എടുത്ത ടൈം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിന് എടുത്ത ടൈമിന്റെ ഡബിൾ ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എങ്ങനെ വരും? 2:1 എന്ന് എഴുതണ്ടേ? അതായത് അങ്ങോട്ട് പോയത് എയിൽ നിന്ന് ബിയിലേക്ക് പോയ ടൈം എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് വന്ന ടൈമിന്റെ ഇരട്ടിയാണ്. അപ്പൊ റേഷ്യോ എങ്ങനെ വരും? 2:1 വരും. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് സ്പീഡിന്റെ റേഷ്യോ എഴുതാം. ശ്രദ്ധിക്കുക, ടൈമും സ്പീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ നേരെ തലതിരിഞ്ഞ് വരും. 1:2 അല്ലെങ്കിൽ 1/2 ആണ്. 1:2 ആണ് അല്ലെങ്കിൽ 1/2 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങോട്ടേക്ക് പോയത് അപ്സ്ട്രീം ആണ്, തിരിച്ചു വന്ന ഡൗൺ സ്ട്രീം ആണ്. നമുക്കറിയാം സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എക്സും സ്ട്രീമിന്റെ സ്പീഡ് വൈയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവരിക്കും? x-y ആയിരിക്കും. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവരിക്കും? x+y ആയിരിക്കും. അപ്പൊ S1 S2 സ്ഥാനത്ത് x-yയും x+y ആണ് വരേണ്ടത്. x-y x+y ഇതിന്റെ വാല്യൂ ആണ് 1:2 അല്ലെങ്കിൽ 1/2. ഇനി റേഷ്യോയിലെ കൺസെപ്റ്റ് ആണ് x-y ഡിവൈഡഡ് ബൈ x+y 1/2 തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് x/y ആക്കി മാറ്റുക? വളരെ സിമ്പിൾ ആണ്. വാല്യൂവിന്റെ സം ഡിവൈഡഡ് ബൈ വാല്യൂവിന്റെ ഡിഫറൻസ്. ശ്രദ്ധിക്കണേ, x-y ഡിവൈഡഡ് ബൈ x+y നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്ട്ലി x/y കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? വാല്യൂവിന്റെ സം ഡിവൈഡഡ് ബൈ വാല്യൂവിന്റെ ഡിഫറൻസ്. അപ്പോൾ വാല്യൂവിന്റെ സം 1+2 ഡിവൈഡഡ് ബൈ വാല്യൂവിന്റെ ഡിഫറൻസ് 2 - 1. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര വരും? 1+2 ഡിവൈഡഡ് ബൈ 2 - 1. ആൻസർ എത്ര വരും? 3/1 അല്ലെങ്കിൽ 3:1 വരും. ഇനി x/y തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്രയാണ്? 3:1 ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. റേഷ്യോ കൺസെപ്റ്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയേനെ. ഒന്നോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് അപ്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന ഡൗൺ സ്ട്രീം ആയിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് പോകാനെടുത്ത ടൈം എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് വരാനെടുത്ത ടൈമിന്റെ ഇരട്ടിയാണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എങ്ങനെ വരും? 2:1. ടൈമിന്റെ റേഷ്യോ 2:1 വന്നാൽ സ്പീഡിന്റെ റേഷ്യോ എന്താണ് വരേണ്ടത്? 1:2 എന്നാണ് വരേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്സ്ട്രീം ആയതുകൊണ്ട് അത് x-y ആണ്. തിരിച്ചു വരുമ്പോൾ ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് അത് x+y ആണ്. അപ്പോൾ x-y ഡിവൈഡഡ് ബൈ x+yയുടെ വാല്യൂ ആണ് ഈ പറയുന്ന 1/2 നമുക്ക് കിട്ടുക. ഇനി x-y ബൈ x+y തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് x/y ആക്കി മാറ്റണമെങ്കിൽ വാല്യൂവിന്റെ സം ഡിവൈഡഡ് ബൈ വാല്യൂവിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. സോ ആൻസർ എത്ര വരും? 3/1 അല്ലെങ്കിൽ 3:1 എന്ന് വരും. ഈസി അല്ലേ? കൂളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് 8,000 വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് at a rate of 10% per annum compounded half yearly. What will be the compound interest at the end of 6 months? അപ്പോൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന കേസാണ്. അപ്പൊ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന കേസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും നമ്പർ ഓഫ് ഇയേഴ്സിനും അല്ലെങ്കിൽ ടൈം പീരീഡിനും ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന കേസിൽ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നേരെ പകുതിയാവും. കാര്യം പെർ ആനം റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഹാഫ് ഇയർലി റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നേരെ പകുതിയാകും, 6/2 ആകും. ഇനി ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് നേരെ ഡബിൾ ആവും. കാര്യം ഒരു വർഷത്തിൽ തന്നെ നമ്മൾ 2 തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ടൈം പീരീഡ് നേരെ ഡബിൾ ആവും. അപ്പോൾ ആ 2 മാറ്റങ്ങളാണ് ആദ്യം വരുത്തുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ 10% എടുക്കാൻ പറ്റില്ല. അത് പകുതിയാക്കിയിട്ട് എത്രയെന്ന് എടുക്കണം? 5% എടുക്കണം. കാരണം പെർ ആനം റേറ്റ് ആണ് ഈ പറയുന്ന 10%. അപ്പൊ ഹാഫ് ഇയർലി റേറ്റ് എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? 5% വരത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് 6 months എടുക്കാൻ കഴിയില്ല, അത് ഡബിൾ ആക്കണം, 12 months അല്ലെങ്കിൽ 1 year. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയാണ് നിങ്ങൾ കാണേണ്ടത്. 8,000 രൂപയ്ക്ക് 5% നിരക്കിൽ ഒരു വർഷത്തേക്കുള്ള കൂട്ടുപലിശ, അതാണ് കാണേണ്ടത്. അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വർഷങ്ങളുടെ എണ്ണം 1 അതിൽ കുറവാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആൻസർ നമുക്ക് എങ്ങനെ കിട്ടും? PNR/100 വെച്ച് കിട്ടും.
ശ്രദ്ധിക്കുക, വർഷങ്ങളുടെ എണ്ണം ഒന്നോ അതിൽ കുറവോ ആകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുക. PNR/100 വെച്ച് കണക്കാക്കാം. ഇവിടെ 8000 നമ്പർ ഓഫ് ഇയേഴ്സ് 1 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ബൈ 100. അപ്പോൾ സീറോസ് കട്ട് ചെയ്ത് കളയാം. 80 × 5 ആൻസർ എത്ര വരും? 400 രൂപ എന്ന് പറഞ്ഞു വരും. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? 400 രൂപയാണ്. അപ്പോൾ എന്റെ പോയിന്റ് ഇതാണ്, ഹാഫ് ഇയർലി കണക്കാക്കുന്ന ചോദ്യങ്ങളിൽ റേറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം, ടൈം പീരീഡ് ഡബിൾ ആക്കണം. അതേ കണക്ക് തന്നെ ക്വാർട്ടർലി കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട്. ക്വാർട്ടർലി കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളിൽ റേറ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 4 ചെയ്യണം, ടൈം പീരീഡ് 4 ടൈംസ് ആവണം. 4n ആവണം. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ്, pipe A can fill a tank in 16 minutes and pipe B empties it in 24 minutes. Both the pipes are opened together. After how many minutes should B be closed so that the tank is filled in 30 minutes? ഇവിടെയും ടൈം ആൻഡ് വർക്കിന്റെ കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ് വരുന്നത്. രണ്ട് പൈപ്പുകളുണ്ട്. എ എന്ന് പറയുന്ന പൈപ്പ് ഇൻലെറ്റ് പൈപ്പാണ്, ബി എന്ന് പറയുന്ന പൈപ്പ് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്പൺ ആക്കിയിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാതെ ഒരിക്കലും ഫിൽ ആവില്ല, കാര്യം ഔട്ട്ലെറ്റിലൂടെ വെള്ളം ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ബി നിർത്തണം, സോ ദാറ്റ് ആ ടാങ്ക് മൊത്തം 30 മിനിറ്റ് കൊണ്ട് ഫിൽ ആവും. ഓക്കെ, അപ്പൊ അതാണ് ചോദ്യം. ടൈം ആൻഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ ടൈമുകൾ തന്നിട്ടുണ്ട്. സോ അതിന്റെ LCM കണ്ട് ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്ത് എഫിഷ്യൻസി ആക്കി മാറ്റും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കുക, എക്ക് വേണ്ടത് 16 മിനിറ്റുകളാണ്, ബിക്ക് വേണ്ടത് 24 മിനിറ്റുകളാണ്. അപ്പോൾ 16ന്റെ 24 LCM എത്ര വരും? 48. അതാണ് ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് എടുക്കുക. ഇനി എയുടെ എഫിഷ്യൻസി 16 × 3 ആണ് 48, അപ്പൊ പോസിറ്റീവ് 3 ആണ്. ബിയുടെ എഫിഷ്യൻസി 24 × 2 ആണ് 48. അവിടെ 2 എന്ന് എടുക്കരുത്, -2 എന്ന് എടുക്കണം, കാര്യം ബി എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഓപ്പൺ ആക്കി, കുറച്ച് സമയത്തിന് ശേഷം ബി ക്ലോസ് ആക്കി എന്നാണ് പറഞ്ഞത് അല്ലെ? കുറച്ച് സമയത്തിന് ശേഷം ബി ക്ലോസ് ആക്കി. അതായത് ഈ ചോദ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറെ സമയത്തേക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? എയും ബി ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ കുറെ സമയത്തേക്ക് ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. സോ ഇത് ടോട്ടലി 30 മിനിറ്റ് കൊണ്ടാണ് ഈ ടാങ്ക് ഫിനിഷ് ആക്കിയത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എ ത്രൂ ഔട്ട് വർക്ക് ചെയ്യാണ് അല്ലേ? എ ത്രൂ ഔട്ട് വർക്ക് ചെയ്യാണ്, എ 30 മിനിറ്റും വർക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, എ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ബി ഇല്ല, എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എ ഈ 30 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ടാവുന്ന കണ്ടുപിടിച്ചുകൂടെ? അപ്പൊ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ എങ്ങനെ കാണാം? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. എയുടെ എഫിഷ്യൻസി 3 ആണ്. 3 വെച്ച് അത് 30 മിനിറ്റ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ 3 × 30 90 യൂണിറ്റ് ഫിനിഷ് ആയനെ. പക്ഷെ നമുക്ക് 90 യൂണിറ്റ് വേണ്ട, നമുക്ക് എത്ര മതി? 48 യൂണിറ്റ് മതി. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ യൂണിറ്റ് ആരാണ് റിമൂവ് ചെയ്തത്? ബി ആണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആ എക്സ്ട്രാ വരുന്ന എമൗണ്ട് ആണ് ബി റിമൂവ് ചെയ്തത്. അപ്പോൾ എ മാത്രമേ വർക്ക് ചെയ്തുള്ളെങ്കിൽ 90 യൂണിറ്റ് ഫിനിഷ് ആയനെ. പക്ഷെ ഇപ്പൊ 48 യൂണിറ്റ് ഫിനിഷ് ആയാൽ മതി. അപ്പൊ എക്സ്ട്രാ വരുന്നത് 90 - 48 എത്രയാണ്? 42 യൂണിറ്റുകളാണ്. ഈ 42 യൂണിറ്റുകളാണ് ബിയിലൂടെ വെളിയിലേക്ക് പോയത്. അതുകൊണ്ടാണ് 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫിൽ ആയത്. അപ്പൊ വെളിയിലേക്ക് പോകാനെടുത്ത സമയം കാണണമെങ്കിൽ, ടൈം കാണണമെങ്കിൽ എക്സ്ട്രാ വർക്കിനെ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന വർക്കിനെ നമ്മൾ ബിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ്ട്രാ വരുന്ന വർക്ക് 42 ആണ്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, -2 ആണ്. 2 എന്ന് എടുത്താലും മതി. അപ്പൊ 42/2 ആൻസർ എത്ര വരും? 21 മിനിറ്റ്. അപ്പോൾ അതായത് എത്ര മിനിറ്റിന് ശേഷമായിരിക്കണം ബി ക്ലോസ് ചെയ്യേണ്ടത്? 21 മിനിറ്റിന് ശേഷമായിരിക്കണം സുഹൃത്തുക്കളെ ബി ക്ലോസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സെറ്റ് ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തു. ഒന്നോടെ പറയാം, എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2 അല്ലെങ്കിൽ -2. ഔട്ട്ലെറ്റ് പൈപ്പ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്. ഇനി ഈ പൈപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആദ്യം കുറച്ച് സമയത്തോടെ എയും ബി ഉണ്ടായിരുന്നു, പിന്നെ അവസാനം എ മാത്രമാണ്. അപ്പോൾ എ ത്രൂ ഔട്ട് വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. എ മാത്രമേ ഉള്ളൂ എങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്ന എഫിഷ്യൻസി ഇൻറ്റു ടൈം 3 × 30 90 യൂണിറ്റ്സ് വന്നേനെ. പക്ഷെ 90 യൂണിറ്റ്സ് തീർക്കാനില്ല, 48 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പൊ വരുന്ന ആ എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞാൽ ബി എടുത്തു മാറ്റിയതാണ് അല്ലെ? ബി അത് വെളിയിലേക്ക് കളഞ്ഞാണ്. അതുകൊണ്ടാണ് 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫിൽ ആയത്. അപ്പൊ ആ എക്സ്ട്രാ വർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 - 48 42 യൂണിറ്റ് ആണ്. ഈ 42 യൂണിറ്റ് എടുത്തു മാറ്റാനായിട്ട് ബിക്ക് എത്ര സമയം എടുക്കും? അപ്പോൾ ടൈം കാണണമെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. 42/2 ആൻസർ എത്ര കിട്ടും? 21 മിനിറ്റ് എന്ന് കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ ചോദ്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനും പറ്റിയേനെ. ഓക്കെ ആണ്, സെറ്റാണ്, കിടിലൻ ചോദ്യമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ട്രെയിൻ എ റണ്ണിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 36 km/h ക്രോസസ് എ പോൾ ഇൻ 20 seconds. Another train B whose length is 100 meter more than the length of train A running with the speed of 18 km/h. Find the time taken by train B to cross a platform of length 500 meters. ശ്രദ്ധിക്കുക, ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ട്രെയിനുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം. ഒന്ന്, ട്രെയിൻ ഒരു സിഗ്നൽ പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോളിനെയോ ഒക്കെ കവർ ചെയ്യുന്ന കേസിൽ
സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തിന് തന്നെ തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച ഒരു പോൾ ഇവിടെ നിൽക്കുന്നു, അതിനൊരു ട്രെയിൻ കവർ ചെയ്ത് പോകണമെങ്കിൽ ആ ട്രെയിനിന്റെ നീളം എത്രയാണ്, അത്രയും ദൂരം സഞ്ചരിക്കണം. ഇനി ഒരു ബ്രിഡ്ജിനെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ ഒക്കെ കവർ ചെയ്യുന്ന കേസിൽ ട്രെയിനിന്റെ നീളത്തിനോടൊപ്പം ആ വസ്തുവിന്റെ നീളം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ നീളം കൂടെ കവർ ചെയ്താലേ, അത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ചാലേ അത് കവർ ചെയ്ത് പോകത്തുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യമേ ഓർക്കേണ്ടത്. ശ്രദ്ധിക്കുക, ട്രെയിൻ ഒരു സിഗ്നൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ്. എന്നാൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തിനോടൊപ്പം ആ ഒബ്ജക്റ്റിന്റെ ലെങ്തും കൂടെ കൂട്ടുന്നതാണ്. അത്രേ ഉള്ളൂ. ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇനി ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ആദ്യം ട്രെയിൻ എയുടെ കാര്യം എടുക്കാം. ട്രെയിൻ എ 36 km/h സഞ്ചരിക്കുന്നത്. അത് 20 സെക്കൻഡ് കൊണ്ട് ഒരു പോൾ ക്രോസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു സ്പീഡാണ്. ഇവിടെ ടൈം നമുക്ക് തന്നിരിക്കുന്നത് 20 സെക്കൻഡ്സ് എന്നാണ്. സ്പീഡ് തന്നിരിക്കുന്നത് 36 km/h. അതിനെ ചേഞ്ച് ചെയ്യണം. കാര്യം ഇവിടെ സെക്കൻഡ്സിൽ തരുമ്പോൾ സ്പീഡ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് എടുക്കേണ്ടത്. ഇൻറ്റു 5/18. ഓക്കെ, അപ്പൊ അത് ചെയ്തു വരുമ്പോഴത്തേക്കും 2 times 10 × 20 200 മീറ്റേഴ്സ് വരും. ഇനി ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രിക് പോളിനെ മറികടക്കുന്ന കേസിൽ ഡിസ്റ്റൻസ് തന്നെയാണ് ട്രെയിനിന്റെ ലെങ്ത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് കിട്ടി 200 ആണ്. ഇനി ട്രെയിൻ ബിയുടെ കാര്യം എടുക്കാം. ട്രെയിൻ ബി ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിൻ എയുടെ ലെങ്ത്തിനേക്കാൾ 100 കൂടുതലാണ്. അപ്പൊ ട്രെയിൻ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 300 വരും. ഇനി അത് കവർ ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ട എത്ര വരും? 800 വരും. ഇനി അതിന്റെ ടൈം കണ്ടുപിടിക്കാം. ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ശ്രദ്ധിക്കുക, കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 800 മീറ്റർ ആണ്. 800 മീറ്റർ ആണ്. സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 18 km/h എന്നാണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലാണ് എടുത്തത്. 18 × 5/18. സിംപ്ലി നമ്മൾ ചെയ്യേണ്ടി വരിക 800നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. 800നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 160 സെക്കൻഡ്സ്. 160 സെക്കൻഡ്സ് എന്ന് കിട്ടും. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. 160 സെക്കൻഡുകളാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. ഇതും ഈസി ആയിരുന്നു. രണ്ട് കൺസെപ്റ്റുകളേ ഉള്ളൂ. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ഒരു സിഗ്നൽ പോസ്റ്റിനെ അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റിനെ ഒരു ഇലക്ട്രിക് പോളിനെയൊക്കെ കവർ ചെയ്യുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തിന് തന്നെ തുല്യമാണ്. ഇനി അതൊരു ബ്രിഡ്ജിനെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയൊക്കെ കവർ ചെയ്യുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തിനോടൊപ്പം ഒബ്ജക്റ്റിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം, the length of a rectangular field is 4 more than its breadth. The perimeter of the field is 248 meters. If a 5 meter wide path is to be constructed outside this field, find the area of the path. അപ്പൊ ഇങ്ങനെ ഈ പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് മെൻസറേഷൻ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് പാത്തിന്റെ ഏരിയ കാണത്തുള്ളൂ. അപ്പൊ അതിന് നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് 2 × L+B അല്ലെ. 2 × L+Bയുടെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 248 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഈ കേസിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്തിനേക്കാൾ 4 കൂടുതലാണ്. അപ്പൊ എല്ലിന്റെ സ്ഥാനത്ത് എനിക്ക് B+4 എന്ന് കൊടുക്കാം. 2 × B+4 + B. ഇതിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 248. അപ്പോൾ 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 2B+4 ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? എനിക്ക് 124 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2Bയുടെ വാല്യൂ എത്ര കിട്ടും? 120 ആണ്. വിച്ച് മീൻസ് ബ്രെഡ്ത്തിന്റെ വാല്യൂ എത്രയാണ്? 60 ആണ്. ബ്രെഡ്ത്ത് 60 ആണ്. അങ്ങനെയാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ B+4 ആണ്. ലെങ്ത് എത്ര വരും? 64 വരും. അപ്പോ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഒരു റെക്ടാങ്കുലർ ഫീൽഡ് അതിന്റെ ലെങ്ത് 64 ആണ്, ബ്രെഡ്ത്ത് 60 ആണ്. ഇതിന് വെളിയിലായിട്ട് നമുക്കൊരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യണം. ആ പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാടാ? 5 മീറ്റർ ആണ്. പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് മെൻസറേഷനിൽ. കൺസെപ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു നിശ്ചിത ലെങ്ത് ബ്രെഡ്ത്ത്, ഇതിന് വെളിയിലായിട്ട് നമുക്ക് W മീറ്റർ വിഡ്ത്തിൽ ഒരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് കരുതുക. ഇതിന് വെളിയിലായിട്ട് W മീറ്റർ വിഡ്ത്തിൽ ഒരു പാത്ത് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. L+B + 2 times width of the path into 2 times width of the path ആണ്. ഇതെവിടെയാണ്? പ്ലോട്ടിന് വെളിയിലായിട്ട് പാത്ത് വരുന്ന കേസാണ്, ഔട്ട്സൈഡ്. ഇനി ഇതേപോലെ തന്നെ പ്ലോട്ടിന് ഇൻസൈഡ് ആയിട്ടും പാത്ത് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ LB ഇതിന് ഇൻസൈഡ് ആയിട്ടാണ് പാത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് L+B - 2W × 2W ആണ്. L+B - 2W × 2W ആണ്. ഇനി വേറൊരു കേസും കൂടെ വരാം. പാത്ത് ക്രോസ് ആയിട്ട് വരാം. പ്ലോട്ടിന് ക്രോസ് ആയിട്ട് പാത്ത് വരാം.
ഇങ്ങനെ. അപ്പോൾ ക്രോസ് ആയിട്ട് പാത്ത് വരുന്ന കേസിൽ ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എൽ പ്ലസ് ബി മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു ആണ്. ഈ 3 കേസാണ് സ്ഥിരമായിട്ട് കാണാറുള്ളത്. പ്ലോട്ടിന് ഔട്ട്സൈഡ് ആയിട്ട് പാത്ത് വരുമ്പോൾ എങ്ങനെ ഏരിയ കാണുന്നത്? എൽ പ്ലസ് ബി പ്ലസ് 2w ഇൻറ്റു 2w. പ്ലോട്ടിന് ഇൻസൈഡ് ആയിട്ട് വന്നാലോ എൽ പ്ലസ് ബി മൈനസ് 2w ഇൻറ്റു 2w. പ്ലോട്ടിന് ക്രോസ് ആയിട്ട് പാത്ത് വന്നാലോ എൽ പ്ലസ് ബി മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ പ്ലോട്ടിന് ഏതായാലും ഈ ഔട്ട്സൈഡ് ആയിട്ടാണ് പാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? ഏരിയ എന്ന് പറയുന്നത് എൽ പ്ലസ് ബി, അതായത് 64 പ്ലസ് 60 പ്ലസ് 2w. പ്ലസ് 2w എന്ന് പറഞ്ഞാൽ 2 × 5 10 വരും, ഇൻറ്റു 2w 10. ഇത്രയേ ഉള്ളൂ. അപ്പൊ 124 പ്ലസ് 10 134 ഇൻറ്റു 10 എത്ര വരും? 1340 മീറ്റർ സ്ക്വയർ വരും. സിമ്പിൾ ആയിട്ട് ചെയ്തില്ലേ? കറക്റ്റ് ആൻസർ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. 1340 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് മറന്നുകൊണ്ടാട്ടോ. ഈ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ട വന്നേ? ഈ വെളിയിലെ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നു, അകത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നു, എന്നിട്ട് വെളിയിലെ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് അകത്തുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് പാത്തിന്റെ ഏരിയ കിട്ടും. പക്ഷെ അത് ജനറൽ മെത്തേഡാണ്, അത് ഒരുപാട് സമയം എടുക്കുന്ന മെത്തേഡാണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാട്ടോ. നമുക്ക് സമയത്തിനാണ് പ്രസക്തി, അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലോട്ടിന് ഔട്ട്സൈഡ് ആയിട്ട് പാത്ത് വരുമ്പോൾ അതിന്റെ ഏരിയ എങ്ങനെ കാണും? എൽ പ്ലസ് ബി പ്ലസ് 2w ഇൻറ്റു 2w. പ്ലോട്ടിന് ഇൻസൈഡ് ആയിട്ട് പാത്ത് വന്നാലോ എൽ പ്ലസ് ബി മൈനസ് 2w ഇൻറ്റു 2w. ഇനി ക്രോസ് ആയിട്ട് പാത്ത് വന്നാലോ എൽ പ്ലസ് ബി മൈനസ് w ഇൻറ്റു w. ഓക്കെ ആണ്, സെറ്റ് ആണ്. ശരി, അടുത്ത ചോദ്യം. ദ സം ഓഫ് സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ കറന്റ് ഈസ് 20 km/h. ദ ബോട്ട് ടേക്സ് 8 hours to cover 96 km upstream. Find the difference between the speed of the boat in still water and speed of the current. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഡാറ്റ മാത്രം മതി നമുക്ക്. ഫസ്റ്റ് ഡാറ്റ നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നത്. കാരണം ഈ ബോട്ട് അപ്സ്ട്രീം 96 km മൂവ് ചെയ്യുന്നത് 8 hours കൊണ്ടാണ്. സോ അവിടുത്തെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്സ്ട്രീം പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. 96 ഡിവൈഡഡ് ബൈ 8 ആണ്. നമുക്കറിയാം 12 8 ആണ് 96. സോ ആൻസർ എത്ര വരും? 12 km/h വരും. ഇനി നമുക്കറിയാം ഒരു ബോട്ട് അപ്സ്ട്രീം മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ തന്നെയാണ്. അതായത് സ്റ്റിൽ വാട്ടറിലെ സ്പീഡിൽ നിന്ന് സ്ട്രീമിന്റെ സ്പീഡ് മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ എക്സ് മൈനസ് വൈയുടെ വാല്യൂ തന്നെയാണ് നമുക്ക് എത്രയെന്ന് കിട്ടുന്നത്? 12 എന്ന് കിട്ടുന്നത്. സോ അതങ്ങ് മാർക്ക് ചെയ്താൽ മതി. ആദ്യത്തെ ആ ഒരു ഡാറ്റയിലേക്ക് പോകേണ്ട കാര്യമില്ല, അത് വെറുതെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇതിന് ആൻസർ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എത്ര വരും? 12 km/h വരും. 12 km/h. ഓക്കെ, സെറ്റ് ആണ്. 1-2 ചോദ്യങ്ങളോടെ ചെയ്യാം. അടുത്തത് മിക്സർ ആൻഡ് അലിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ ചോദ്യമാണ്. എ ഈസ് 120 ലിറ്റർ മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 17:7. 40% ഓഫ് ദ മിക്സ്ചർ ഈസ് poured out and poured into vessel X. Vessel X contains 100 liter mixture of equal milk and water. Find the new ratio of milk and water. ഇവിടെ ശ്രദ്ധിക്കുക, 2 തരത്തിലുള്ള മിക്സേഴ്സ് ഉണ്ട്. ആദ്യത്തെ മിക്സറിന്റെ 40% രണ്ടാമത്തേലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈനലി വരുന്ന മിൽക്കിന്റെയും വാട്ടറിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ആദ്യത്തത് ടോട്ടൽ 120 ലിറ്റർ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ 40% ആണ് എടുക്കുന്നത്. 120യുടെ 40% എന്ന് പറയുമ്പോൾ 120യുടെ 10% എത്രയാണ്? 12 ആണ്. അപ്പൊ 40% എത്ര വരും? 48 വരും. അപ്പൊ ആദ്യത്തെ മിക്സർ 1 അത് നമ്മൾ എടുക്കുന്നത് 48 ലിറ്റർ ആണ് എടുക്കുന്നത്. 120 ലിറ്റർ ഉണ്ടായിരുന്നു ടോട്ടൽ, അതിൽ നിന്ന് 40% എന്ന് പറയുമ്പോൾ 48 ലിറ്റർ ആണ് എടുക്കുന്നത്. ഇനി അവിടുത്തെ നമുക്ക് മിൽക്കിന്റെയും വാട്ടറിന്റെ റേഷ്യോ അറിയാം, എത്രയാണ്? 17:7 ആണ്. അപ്പോൾ മിൽക്കിന്റെയും വാട്ടറിന്റെ എമൗണ്ട് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. മിൽക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ 48 ലിറ്റർ ആണ് എടുത്തത്, മിൽക്കിന്റെ റേഷ്യോ 17 ആണ്, ടോട്ടൽ റേഷ്യോ എത്ര വരും? 24 വരും. സോ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 17 × 2 34 ലിറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആകെ 48 ലിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ മിൽക്ക് 34 ലിറ്റർ ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 48 - 34 എത്ര വരും? 14 ലിറ്റേഴ്സ് വരും. അപ്പോൾ വാട്ടറിന്റെ എമൗണ്ട് അവിടെ കിട്ടി. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ മിക്സ്ചർ, സെക്കൻഡ് മിക്സ്ചറിൽ ടോട്ടൽ 100 ലിറ്റേഴ്സ് ആണുള്ളത്. അവിടെ മിൽക്കും വാട്ടറും പപ്പാതിയാണ്, ഈക്വൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ മിൽക്കിന്റെ എമൗണ്ട് എത്ര വരണം? 50 ലിറ്റേഴ്സ് വരണം. വാട്ടറിന്റെ എമൗണ്ട് എത്ര വരണം? 50 ലിറ്റേഴ്സ് വരണം. ഇനിയാണ് കഥ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. അപ്പൊ ടോട്ടൽ മിൽക്ക് എത്ര വരും എന്ന് ആലോചിച്ച് നോക്കുക. ടോട്ടൽ മിൽക്കും ടോട്ടൽ വാട്ടറും എത്ര വരും? ശ്രദ്ധിക്കുക, ഇത് 50 ലിറ്റർ ഉണ്ട്, ഇവിടെ 34 ലിറ്റർ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും? 84 ലിറ്റർ വരും. ഇനി വാട്ടറിന്റെ കേസ് ആണെങ്കിലോ 50ഉം 14ഉം എത്ര വരും? 64 ലിറ്റർ വരും. ഇനി അതിനെ റേഷ്യോ ആക്കി മാറ്റിയാൽ മതി. 84 64 നമുക്കതിനെ 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 21:16. 21:16 വരും. കറക്റ്റ് ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ ആണ്. 21:16 ആണ് അവിടുത്തെ കൃത്യമായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. 21:16 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഒരു നമ്പർ സീരീസോടെ ചെയ്യാം.
ശ്രദ്ധിക്കുക, ഇതിന്റെ അകത്ത് റോങ് നമ്പർ കണ്ടുപിടിക്കാനുള്ള സീരീസ് ആണ്. 4, 6, 18, 110, 1296, 31104 ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നമ്പർ സീരീസിന്റെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ബേസ്ഡ് സീരീസ് ആണോ അഡീഷൻ ബേസ്ഡ് സീരീസ് ആണോ എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. നമ്പർ സീരീസ് വളരെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ബേസ്ഡ് സീരീസ് ആണ്. ഇനി വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതൊരു അഡീഷൻ ബേസ്ഡ് സീരീസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഷാർപ്പായിട്ടല്ല ഇൻക്രീസ് ചെയ്യുന്നത്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബേസ്ഡ് സീരീസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം ഈ 4നെ 6ലേക്ക് എത്താനായിട്ട് എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് ചെയ്ത് നോക്കാം. 6/4 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 3/2 അല്ലെങ്കിൽ 1.5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ 4നെ 6ലേക്ക് എത്താനായിട്ട് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 6 18 ആവാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ചെറിയൊരു ലോജിക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ആദ്യം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അതിന്റെ ഡബിൾ ആയിട്ടുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി വരേണ്ടത് 3യുടെ ഡബിൾ ആയിട്ടുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 18 × 6 എന്ന് പറയുമ്പോഴത്തേക്കും 80 48 108 വരും. അതല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ലോജിക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഒരു ടേമോട് കണ്ടുപിടിച്ച് നോക്കുക. അപ്പൊ ആദ്യം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് 12 കൊണ്ടാണ്. 12 കൊണ്ട് 108 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1296 കിട്ടുന്നുണ്ടോ നോക്കാം. 108 × 12 എത്ര വരും ഇവിടെ? 1080 216. 1080 216 വരുമ്പോഴത്തേക്കും 1296 തന്നെ വരും. 1296 കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ലോജിക്ക് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 110ന്റെ സ്ഥാനത്ത് 108 എന്നാണ് വരേണ്ടത്. ബാക്കിയുള്ള ടേമുകൾ നോക്കണ്ട. 110ന്റെ സ്ഥാനത്ത് 108 എന്നാണ് വരേണ്ടത്. സോ ഇവിടെ റോങ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഏതാണ്? 110 ആണ്. 110 ആണ് അവിടുത്തെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കുറെ കിടിലൻ ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങളെ ചെയ്തുള്ളൂ. പക്ഷെ എല്ലാം കൺസെപ്റ്റ് ഉള്ള ചോദ്യങ്ങളാണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ്. എല്ലാം നമ്മൾ ചെയ്തെടുത്തു. ഇനി ഏതൊക്കെ ഏരിയസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ആ കമന്റിനനുസരിച്ച് നമുക്ക് ക്ലാസ് ക്രമീകരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ അതൊരു സെപ്പറേറ്റ് സെഷനായിട്ട് നമുക്ക് തരാൻ കഴിയും. അതേപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വേണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് സെഷനായിട്ട് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ റിക്വയർമെന്റ് അത് നിങ്ങൾ കമന്റ് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ എൻഗേജിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.